ഓടച്ചിലാറിന്റെ തീരത്ത് പ്രശസ്തമായ ഇൻഫന്റ് ജീസസ് തീർത്ഥാടന ദേവാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര കോളേജാണ് BVM ഹോളി ക്രോസ് കോളേജ്. ആയിരത്തി 1995 സ്ഥാപിതമായ ഈ കോളേജ് പാലാ രൂപതയുടെ മുൻനിര സ്വാശ്രയ വിദ്യാഭ്യാസ കോളേജുകളിൽ ഒന്നാണ്. അനേകം പ്രത്യേകതകൾ ഈ കോളേജിനുണ്ട്. എക്കോ ഫ്രണ്ട്ലി ക്ലാസ് റൂമുകളും മൾട്ടിമീഡിയ തിയേറ്റേഴ്സ്, അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ജിംനേഷ്യം, ഇതുപോലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ കോളേജിനുണ്ട്. ക്യാമ്പസ് വിഷന്റെ ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് BVM ഹോളി ക്രോസ് കോളേജിലാണ്. കുറെ പേര് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസിറ്റീവ് ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ അങ്ങനെ ഒരു എഫേർട്ട്, അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് അവർക്ക് സാധ്യമല്ലല്ലോ. സോ അവരെ എങ്ങനെ നമുക്കൊരു ദൈവാനുഭവത്തിലേക്ക് സ്വമേധയാ ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് എഫേർട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ തളർവാദ രോഗിയെ എടുത്തോണ്ട് പോയി റൂഫ് പൊളിച്ച് അകത്തോട്ട് ഇറക്കിയ ഒരു ദൃശ്യം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല കള്ളുകുടിയനായിട്ടുള്ള അപ്പൻ്റെ മക്കളായിട്ട് ജനിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ മദ്യം ഉണ്ടാക്കുന്ന പ്രശ്നം. അവനവൻ്റെ കുഞ്ഞുനാളിലെ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ അനുഭവത്തിൽ നിന്ന് അവന് എന്ത് പറയാൻ പറ്റും? അവനത് ചെയ്യാതിരിക്കാം. അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം, ഇതരുത്. ഈ ഒറ്റപ്പെട്ട് അനുഭവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ലോകം മാറ്റാൻ പറ്റൂ. ഞാനൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു ആണ്. അപ്പം എന്ന നിലയിൽ ഞാൻ മറ്റ് മതങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മതത്തിൻ്റെ അതിർവരമ്പുകളുടെ അടിസ്ഥാനമിട്ടിട്ടല്ല മനുഷ്യനെ സ്നേഹിച്ചത്. കള്ളു കുടിക്കുന്നവനെയും ചുങ്കക്കാരനെയും വിജാതീയരായിട്ടുള്ള ആൾക്കാരെയും യഹൂദരല്ലാത്തവരെയും യഹൂദനെയും കണ്ണു കാണാത്തവനെയും വേശ്യകളെയെല്ലാം ഒരുപോലെ സ്നേഹിച്ച ഈശോയുടെ മാതൃകയാണ് നമുക്ക് വേണ്ടത്. ആകെ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ: പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് സ്നേഹത്തിൻ്റെ ലാസ്റ്റ് വേർഡ്. കൊല്ലാൻ എളുപ്പമാണ്, കൊല്ലിക്കാൻ എളുപ്പമാണ്, മരിക്കാൻ വേണ്ടത് തൻ്റെ ഇടം ചങ്കൂറ്റം. ഇങ്ങോട്ട് സ്നേഹിക്കാത്ത, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവർക്ക് വേണ്ടി മരിച്ച് സ്വന്തം ജീവൻ കൊടുത്ത് മരിച്ച് മരണത്തിൻ്റെ പുഴ നീന്തിക്കടന്നുയർത്തെഴുന്നേറ്റ ദൈവം നമ്മെ പഠിപ്പിച്ചത് ഈ ജോസിൻ പറഞ്ഞ കാര്യം ചെയ്യാനാണ്. നിർലോഭം സ്നേഹിക്കുക. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ദൈവത്തെ തേടി പോകുന്നുണ്ടോ? അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ എന്താ പറയണ്ടേ, കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള ഒരു വ്യക്തിയിലേക്ക് മാത്രം ദൈവത്തെ ഒതുക്കുന്നതിൽ എനിക്ക് താല്പര്യമുള്ളതാണ്. തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയാവുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ സാധിക്കില്ല. എത്ര പഠിച്ചിട്ട് പോയാലും എക്സാം എഴുതാൻ നേരത്തെ ചില ക്വസ്റ്റ്യൻ ഉത്തരം അന്നേരം ഓർമ്മ വരില്ല. മനുഷ്യനല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഹോസ്പിറ്റലിൽ പോയാൽ നോക്കാൻ പറ്റും, അടുത്ത സെക്കൻഡിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല. പിന്നെന്താ? മനുഷ്യനല്ലേ? മനുഷ്യൻ എത്രയോ നിസാരമായ ഒരു കാര്യമാണെന്നറിയാമോ? ആ നിസാരതയെ അനശ്വരമാക്കാൻ പറ്റുന്നത് ഈ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ 100% എഫോർട്ട് ഇട്ട് പ്രയത്നിക്കുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. വേറൊരാൾ വരും നോക്കി ഒരിക്കലും നിൽക്കരുത്. ഇപ്പോൾ ഇത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അക്രമങ്ങളും, പലതരത്തിലുള്ള പോക്സോ കേസുകളും, പലതരത്തിലുള്ള അഴിമതികളും, പലതരത്തിലുള്ള ആക്സിഡന്റ് കേസുകളും, ബാങ്ക് റോബറികളും, യുദ്ധങ്ങളും, തമ്മിത്തല്ലുകളും എല്ലാം നടക്കുന്നതിന് പിന്നിൽ ഈ പിശാചിൻ്റെ രാജ്യത്ത് നിന്നുള്ള മെസ്സേജ് ചെയ്തിരിക്കുന്ന മനുഷ്യരാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് ചേരി ഇവിടെ ഉണ്ട്. ഇതിൽ ആ നന്മയുടെ ചേരിയോട് ചേർന്നാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നറിയുന്നതിൽ സന്തോഷം. ഇനി തെരേസ പറഞ്ഞതുപോലെ മറുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോട് ഈ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്.
അതല്ലെങ്കിൽ സിസ്റ്ററിന് ഇച്ചിരി കൂടുതലുണ്ട്. ഈ സിസ്റ്ററിന് മാത്രമല്ല, എല്ലാ സിസ്റ്റേഴ്സിനും. അല്ലെങ്കിൽ ആൽവിൻ പറഞ്ഞതുപോലെ കാറ്റീസം പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ നടക്കുന്ന എല്ലാ ആൾക്കാരുടെയും പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു പ്രൊക്ലെയിം ദി വേർഡ് ഓഫ് ഗോഡ്. അതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. ഇതിനോട് ചേർത്ത് വെക്കാൻ വേണ്ടി നടക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും. അത് മാറിക്കഴിഞ്ഞാൽ ഐ എം വെരി സോറി ടു സേ ദാറ്റ് പലതും പൂട്ടുന്നത് കാണേണ്ടി വരും. പറയാതിരിക്കാൻ പറ്റില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, അപ്പനോട് ചേർന്ന് നിൽക്കുന്നവന് അപ്പനെ പരിചയപ്പെടുത്താൻ ബുദ്ധിമുട്ടിയാൽ, അപ്പനും അവനും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വന്നാൽ, ഫിസിക്കലി, ഇമോഷണലി, എക്കണോമിക്കലി, സോഷ്യലി അവൻ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം വരും. അതിന് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. മറുപക്ഷത്ത് നിൽക്കുന്നവനിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അഭയ ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഇത് കുറേ നേരമായി ദൈവം പിള്ളേരും അത് തന്നെ, പറയുന്നവരും അത് തന്നെ. ഇതിങ്ങനെ കേട്ടത് തീരാറായില്ലേ? ഇത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു വിരസത അത് അഭയക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. എന്നാലും കുറെ നേരമായിട്ട് ഇരിക്കുന്നതിന് ഒരു മടുപ്പുള്ളൂ, അല്ലാണ്ട് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ അനു പറഞ്ഞില്ലേ, ആക്ച്വലി ഞാനും അതുപോലെയാണ്. ഞാനും അനു ഈ ഒരു കാര്യത്തെ പറ്റി ശരിക്കും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പള്ളിയിൽ പോവും, ഇരിക്കുന്നു, നമ്മളവിടെ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ആവണമെന്നില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ആ ഒരു പൂർണ്ണതയിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഡൗട്ടിങ് ആണ്. വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമോ ഇല്ലയോ, അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട്. പിന്നെ നമുക്കെന്തെങ്കിലും ഒരു പേഴ്സണലായിട്ട് ഒരു വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുമ്പോൾ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പീസ് കിട്ടുമെങ്കിലും, പക്ഷെ എന്നാലും നമുക്കറിയാം നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്നൊക്കെ. പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്, ഒരു എഫേർട്ട് എടുക്കണമെന്ന്, നാളെ തൊട്ട് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ബൈബിൾ വായിക്കണം, അങ്ങനെ ഒരു ഫീൽ ഉള്ളിലുണ്ടെങ്കിലും അത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ അഭയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ജ്ഞാനദൃഷ്ടിയാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതല്ല. പക്ഷേ അഭയോട് അങ്ങനെ ചോദിക്കണം എന്നൊരു പ്രേരണ ഈ നേരത്തെ പറഞ്ഞ ആ അദൃശ്യ കൈവഴിയിലൂടെ ലഭിച്ചതുകൊണ്ടാണ് അഭയോട് ചോദിച്ചത്. അപ്പോൾ അതിനൊരു ഉത്തരത്തിലേക്ക് വരാം. അതായത് ഇത് അഭയുടെ മാത്രം പ്രശ്നമല്ല, ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു മണിക്കൂറായി കാണുമല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, 1.5 മണിക്കൂറായി കാണും. കുറച്ച് നേരം കൂടി ഇരിക്കുമ്പം നമുക്ക് ഇരിക്കുന്നതിൽ അസ്വസ്ഥത വരും അല്ലേ? കുറച്ച് നേരം നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ മനുഷ്യൻ്റെ യുക്തിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വയലൻസ് ഉള്ളൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ 2 മണിക്കൂർ 17 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. നമ്മൾ ഫോണിൽ ഇങ്ങനെ എടുത്തതിങ്ങനെ നമ്മളിങ്ങനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല പശ്ചാത്തലമാണ്, ചാർജുണ്ട്, നെറ്റുണ്ട്, എല്ലാം ഓക്കെ, എല്ലാം നല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് മാത്രം സ്ക്രോൾ ചെയ്ത് പോയിട്ട് ആ കണ്ടതിൻ്റെ ഹിസ്റ്ററി ടൈം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, സ്ക്രീൻ ടൈം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും 2.5 മണിക്കൂർ 3 മണിക്കൂർ വരെ പോകുന്നുണ്ട്. അത് നമുക്ക് പറ്റുന്നു, ഇത് നമുക്ക് പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ റീസൺ ഇതെന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹത്തെ സാധൂകരിക്കുന്ന ജഡികമായ കാര്യങ്ങൾക്ക് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് വെക്കുന്നു, നമുക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടത് വെക്കാം, ചാറ്റ് GPT ചോദിച്ചിട്ടും വെക്കാം. ഏതാണ് എളുപ്പം? ചാറ്റ് GPT ചോദിച്ചിട്ട് എഴുതുന്നതാണ്. അത് തെറ്റാണെന്ന് പറയാൻ ഇനിയിപ്പോൾ അധ്യാപകർക്കും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അവരും പല കാര്യങ്ങൾ ചാറ്റ് GPT ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി റിയാലിറ്റിയിലേക്ക് വന്നാൽ, തന്നെ ഒരു കാര്യം പഠിച്ച് കഷ്ടപ്പെട്ട് ചാറ്റ് GPT തന്നെ നോക്കി നോട്ട്സ് മനസ്സിലാക്കി തന്നെ എഴുതി വെക്കാൻ സാധിച്ചാൽ, അങ്ങനെ എഴുതി വെക്കുന്ന വിദ്യാർത്ഥിനി ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുമോ ഇല്ലയോ? പഠിക്കും. മറ്റേത് പഠിക്കുമോ? പഠിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ എഫേർട്ടല്ല, ഒരാഗ്രഹമാണ് വേണ്ടത്. ആ ആഗ്രഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് അനുഭവവേദ്യമായിട്ട് മാറും. അഭിയിരിക്കൂ, ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ഒരു പോലീസുകാരൻ 27 വർഷമായി ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് നിശബ്ദമായി ഒരു സേവനം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു അൾത്താര പോലുള്ളൊരു സംഭവമുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നു. അവിടെ വരുന്ന ആൾക്കാർക്ക് ചായ എടുത്തു കൊടുക്കുന്നു. 27 കൊല്ലമായി 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കുന്നില്ല. ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. പാലക്കാടുള്ള ഒരു മനുഷ്യനാണ്, ലാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇത് ചാനലിലൂടെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊരു അഭിമാനം തോന്നട്ടെ അപ്പനെക്കുറിച്ച്. 27 കൊല്ലമായി ഒരു പ്രതിഫലം മേടിക്കാതെ അദ്ദേഹം ഒരു സേവനം ചെയ്യുകയാണ്.
എന്താണ്? കാണപ്പെടാത്ത ഏതോ മലഞ്ചെരുവിൽ, ആകാശത്തിൻ്റെ മടക്കുകളുടെ ചെരുവിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവം ഇത് കാണുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ ഒരു നന്മയായിട്ട് മാറുമെന്ന വിശ്വാസത്താൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ CID ഡിപ്പാർട്ട്മെൻറ്റിനോട് അസോസിയേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്, 1 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ചെയ്യുന്ന ജോലി ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനി ആ ലാസറിൽ നിന്ന് വന്നാൽ ഞാൻ പരിചയപ്പെട്ട മറ്റൊരു നിരീശ്വരവാദികളായിട്ടുള്ള, യുക്തിവാദികളായിട്ടുള്ള അനേകം ആൾക്കാരെ പരിചയപ്പെട്ടു. അതിൽ തന്നെ ഈ അടുത്ത നാളിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി, ഈ അടുത്ത നാളൊക്കെ കേരളത്തിൽ ഈ ഡെവിൾ വർഷിപ്പിൻ്റെ ഭാഗമായിട്ട്, ആഭിചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തുമാത്രം അറും കൊലകളാണ് നടക്കുന്നതല്ലേ. ദൈവം വേണേ ഇല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പിശാചുണ്ടെന്നും പറഞ്ഞ് അതിനെ എന്താ പറയുക ആരാധിക്കുകയും അത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അറുകൊല കേരളത്തിൽ നടക്കുന്നുണ്ട്. അറുകൊല. അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, പൈശാചികമായിട്ടുള്ള കാര്യങ്ങളെ താലോലിച്ച് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില മനുഷ്യർ, ഞാൻ എബ്രോഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും ഓർക്കുകയാണ്, ഒരു അദ്ദേഹത്തിൻ്റെ പേര് അന്റോണിയോ എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു സാഹിബാണ്, ബ്ലാക്ക് മാസിലൊക്കെ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് ഒരു ദിവസം അദ്ദേഹത്തിന് തന്നെ ഒരു ചോദ്യം, ഒരു ചിന്ത മനസ്സിലേക്ക് വരികയും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിച്ചത്. അല്ല, അവർ തട്ടിക്കളയും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ്റെ രോമത്തെ തൊടാൻ ആർക്കും പറ്റില്ല എന്നൊരു റിയാലിറ്റിയിലേക്ക് അയാൾ വന്നു. അങ്ങനെ അദ്ദേഹം വലിയ വിശ്വാസിയായിട്ട് മാറി. നമ്മൾ അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ റാഷണലൈസ് ചെയ്യാം. ദൈവവിശ്വാസത്തിൽ യുക്തിയുണ്ട്. സത്യസന്ധമായ വിശ്വാസമാണെങ്കിൽ സൂരജ് പറഞ്ഞ പോലെ സയൻസിനെ മാറ്റി നിർത്താൻ പറ്റില്ല. നിഷ്കളങ്കമായ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിയെ മാറ്റി നിർത്താൻ പാടില്ല. കാരണം ബൈബിള് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിൻറ്റിംഗ് എന്ന ടെക്നോളജിയിലാണ്, അല്ലേ? നമ്മൾ കേൾക്കുന്ന നല്ല പാട്ടുകളെല്ലാം, മനോഹരമായി പാട്ട് എഴുതാൻ കഴിവുള്ള ഏതോ മനുഷ്യരെഴുതി ആരൊക്കെയോ ട്യൂൺ ഇട്ടിട്ട് അത് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ കേൾക്കുമ്പോൾ, നല്ലത് കേൾക്കുമ്പോൾ, വി കാൻറ്റ് ഡിനൈ ദ ടെക്നോളജി. സോ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു എഫേർട്ടൊന്നും നമ്മൾ പറയണ്ട. ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം തന്നെ വളർന്ന് ഒരു പ്രയത്നമായിട്ട് മാറി യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും വാശിയുടെയും കൊതിയുടെയും അസൂയയുടെ ഒക്കെ മുകളിലൂടെ നിങ്ങളെ നടത്തി നന്മയിലേക്ക് നയിക്കും. ഇങ്ങനെ നമ്മൾ ലോക ചരിത്രമെടുത്ത ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നു, ഇൻസ്റ്റയിൽ പരതി നടക്കുന്നു, ഡീപ് സീക്കിൽ നോക്കുന്നു. നിങ്ങൾ നോക്കൂ, ലോകത്ത് അങ്ങനെ ജീവിച്ച് നിരീശ്വരവാദം പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത്ര ശതമാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് മരിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെ കാര്യം ഓർക്കുക. യുദ്ധഭൂമിയിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്, ഓൾമോസ്റ്റ് മരിച്ചു. അങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കിടന്നിങ്ങനെ ആകാശം കാണുകയാണ്. ആകാശം കണ്ടപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത്, ഇത്രയും കാലം ജീവിച്ചിട്ട് 54 കൊല്ലം ജീവിച്ചിട്ട് ഈ ആകാശമൊന്നും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അറിയാതെ പ്രാർത്ഥിക്കുക, ഓ ഗോഡ്, ദൈവമേ, നീ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നീ ഉണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടി ഒരു ലൈഫ് എനിക്ക് തരാമോ, ഈ ആകാശം ഒന്ന് കാണാൻ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കരവിരുതൊന്ന് കാണാൻ. ഈ ആകാശം ഇത്ര ഭംഗിയുള്ളതാണെങ്കിൽ, ഈ കടല് ഇത്ര ഭംഗിയുള്ളതാണെങ്കിൽ, ഏത് കെമിക്കൽ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ് കടൽ? ഏത് ഫിസിക്സിൻ്റെ ഔട്ട്പുട്ടാണ് കാറ്റ്? മൃഗങ്ങൾ, ഇതൊക്കെ ഇത്ര അനാട്ടമിക്കലി ആരാണ് ഈച്ചയെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് സൃഷ്ടിച്ചത്? ഓ, ഇതൊക്കെ ഓർക്കുമ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇവയൊക്കെ ഒന്ന് കാണാൻ, ഇവയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടകർത്താവിനെ ഒന്ന് ധ്യാനിക്കാൻ ഒരാഴ്ച കൂടി ലൈഫ് തരുമോ എന്ന് നിരീശ്വരവാദിയായ യുക്തിവാദിയായ ആ മനുഷ്യൻ യുദ്ധഭൂമിയിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം, ഈശോ പ്രാർത്ഥന കേട്ടു. അയാളെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട മനുഷ്യൻ പിന്നീട് ജീവിച്ചിരുന്നോടത്തോളം കാലം അന്നോളം തള്ളിപ്പറഞ്ഞ ഈശോ എല്ലാവർക്കും പങ്കുവെച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചതെന്നാണ് ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുക. ഇനി ഈ കാലഘട്ടത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ഇരിക്കുന്ന അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരും ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരും ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുക. നമ്മുടെ നാട്ടിൽ നേരത്തെ ഈ ധ്യാനകേന്ദ്രങ്ങളുടെ കാര്യമൊക്കെ സിസ്റ്ററും പറഞ്ഞു, അജിനൊക്കെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ക്യാൻസർ 4th സ്റ്റേജൊക്കെ വന്നിട്ട് മരണം ഉറപ്പായ പല കേസുകളും അത്ഭുതകരമായ രീതിയിൽ ഈശോ സുഖപ്പെടുത്തിയിട്ട് ക്യാൻസർ മാറിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ അനേകം പേരെ അങ്ങനെ കണ്ടെത്താൻ പറ്റുമോ സിസ്റ്ററെ? തീർച്ചയായും പറ്റും. പക്ഷേ അങ്ങനെയുള്ള 2 സർട്ടിഫിക്കറ്റ് എടുത്ത്
കേരളത്തിൻ്റെ പൊതുമേഖലാ മാധ്യമങ്ങൾ ഇന്നേ വരെ ചാനൽ ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അത് വെക്കാൻ സാധിക്കില്ല. ഫോർ ദം ഇത് റെലവൻ്റ് അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് യുക്തിവാദത്തിൽ നിന്ന്, നിരീശ്വരവാദത്തിൽ നിന്ന് വന്നിട്ടതേ രോഗങ്ങൾ മാറ്റുന്ന ദൈവമുണ്ട്. ഐ കുഡ് ചലഞ്ച് യു ഗൈസ്, ഐ വിൽ ടേക്ക് യു ഫോർ എ റൈഡ്. അങ്ങനെ രക്ഷപ്പെട്ട് ജീവിച്ച ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ അത് എന്തോ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അത് ദൈവം സുഖപ്പെടുത്തിയതാണ്. അങ്ങനെ എത്തേണ്ടി വരും, അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് അവയ്ക്കൊക്കെ ഒരു പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രത്യേകം നന്ദി പറയുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇതൊക്കെ ചെറുപ്പക്കാരുടെ ഒരു വലിയ ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി എന്തെങ്കിലും ഇതിനോട് നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏഞ്ചൽ, ഏമി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? ഏമി, എനിത്തിങ് ടു ആഡ് ഫ്രം യുവർ പാർട്ട്? എനിക്കൊന്നും ചോദിക്കാനില്ല. ഞാനൊരു വിശ്വാസിയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്കറിയാം ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ചില സമയത്ത് ചെറിയ സംശയങ്ങൾ വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് തന്നെ മനസ്സിലാവും, ഇല്ല അങ്ങനെയല്ല, എന്തായാലും ദൈവം കൂടെയുണ്ട്. ഇപ്പം വേറൊരാൾ വഴിയാണെങ്കിൽ തന്നെ അവർക്കും അറിയാം എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്നോട് ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം തന്നെ എനിക്ക് റിയലൈസേഷൻ ഉണ്ട്. അവർക്കും അറിയാം എൻ്റെ വിശ്വാസത്തെ പറ്റി, എനിക്കും അറിയാം പ്രാർത്ഥിച്ചാൽ നേടാൻ പറ്റുമെന്ന്. സോ എനിക്ക് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ എമിയുടെ ലൈഫിലുള്ള കുഞ്ഞു കുസൃതികളും അല്ലെ കൂട്ടുകാരുടെയൊക്കെ ലൈഫിലുള്ള ചെറിയ ചെറിയ മാറ്റപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെ മാറ്റാൻ ദൈവം സഹായിക്കുമെന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇവരൊക്കെ ഈ പറയുന്ന പോലെ സത്യസന്ധമായി ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബൈക്ക് ഇച്ചിരി സ്പീഡിൽ ഓടിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുടിയൊക്കെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നു, താടി വെച്ചു, അല്ലെങ്കിൽ ബുൾഗാം വെച്ചു, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങളിപ്പം ഒരു കോളേജ് ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളൊരു കൂട്ടുകാരനൊരുത്തും തല്ലി, നിങ്ങളെല്ലാം കൂടെ അവനെ പോയി തിരിച്ചു തല്ലി, ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെയൊക്കെ ചെയ്താലും വീണ്ടും വീണ്ടും സ്നേഹത്തോടെ നിൻ്റെ പിന്നാലെ വന്ന് ഉള്ളം കയ്യിൽ നിന്നെ കൊഞ്ചിക്കാനും താലോലിക്കാനും തയ്യാറുള്ള മനസ്സുള്ള ഒരാളാണ് ഈശോ. ഓക്കെ, അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ടോ? ഇല്ല. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്നുകൂടിയൊരു വചനമുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ഒരു നേരമായി എന്നാണ് കരുതുന്നത്. തെരേസ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരോട് തന്നെ ഇതൊക്കെ ഒന്ന് പ്രൊസീസ് ചെയ്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞാലോ? ആരെങ്കിലും ഒരാളോട്, ആരെങ്കിലും ഒരാൾ ഈ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് അജിനിലേക്ക് വീണ്ടും നമ്മൾ എത്തിപ്പെടുകയാണ്. ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതായത് ടെക്നോളജി, അതായത് നമ്മൾ ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നൊരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ബ്രിസ്റ്റോ സാറിലൂടെ നമുക്ക് കിട്ടി. അത് ഇവിടെ ഇരുന്ന് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമുക്ക് തന്നത്. അപ്പം ഇതിൽ തന്നെ ഒരു ദൈവികതയുണ്ട്. കാരണം ആ ചോദ്യങ്ങൾ ചോദിക്കാനും സാറിനെ കൊണ്ട് ഉത്തരം പറയിക്കാനും ഉള്ളൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ചർച്ച ഇത്ര നേരം, അതൊരു ലാഗ് പോലും ഇല്ലാതെ ഇത്ര നേരം മുന്നോട്ട് പോയത് അതുകൊണ്ടാണ്. അതുപോലെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു തെറ്റ് ശരിയൊക്കെ കാണുമ്പോൾ അറിയാം, അത് ദൈവം നമുക്കുള്ള വലിയ ഗിഫ്റ്റാണ് ഫ്രീഡം എന്നുള്ളത്. ചോയ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഗിഫ്റ്റാണ്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എല്ലാം അറിയുന്നുണ്ടെന്ന് പറയുന്നല്ലേ, അപ്പം ഞാൻ മോശമായ രീതിയിൽ പോകണമെങ്കിൽ ദൈവത്തിന് എന്നോട് വേണം പറയാമല്ല, നീ മോശമായ രീതിയിലാണ് പോകുന്നത്, നന്നായിട്ട് ജീവിക്കുന്നത് പറയാമല്ല എന്നേക്കും. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരുപാട് കയറി ഇടപെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. നമുക്ക് ഫ്രീഡം തരും. നമ്മൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്രീഡം. അല്ലെ വിമൻസ് ആണെങ്കിൽ പോലും ഫ്രീഡം വേണമെന്ന് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള ആൾക്കാർ ഫ്രീഡം വേണമെന്ന് ആവശ്യപ്പെടുന്നു, ഒരു സംഘടനയുള്ള ആൾക്കാർ ഫ്രീഡം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പം ഫ്രീഡം എന്നുള്ള വാക്ക് ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം അതേ ഫ്രീഡം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഭൂമി നമുക്ക് ജന്മം നൽകിയെങ്കിൽ നമുക്കൊരു ഫ്രീഡം ദൈവം തന്നിട്ടുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ പോയാൽ നമ്മൾ ജീവിതാന്ത്യത്തിൽ എത്തുമെന്നും നമ്മൾ തിന്മയുടെ പാതയിൽ പോയാൽ എങ്ങനെ ഒരു ജീവിതാന്ത്യത്തിൽ എത്തുമെന്നും ദൈവത്തിനറിയാം. ഇപ്പോൾ ഒരു സിനിമയുടെ കഥ എഴുതുന്ന ഒരാൾക്കറിയാം ആ തിയേറ്ററിൽ കാണിച്ച എൻ്റെ ക്ലൈമാക്സിൽ എന്തായിരിക്കും തീരുന്നത്, സിനിമ എങ്ങനെ തീരും എന്നുള്ളത് ആ ഡയറക്ടറിൻ്റെ കഥ എഴുതുമ്പോഴേ തൊട്ടുള്ളൊരു മുൻവിധി ഉണ്ട്. അപ്പോൾ അതുപോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ എങ്ങനെ എത്തും, തിന്മയുടെ രീതിയിൽ ഇപ്പോൾ എങ്ങനെ എത്തും. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ പോകണോ തിന്മയുടെ രീതിയിൽ പോകണോ എന്നുള്ളൊരു ചോയ്സ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോയ്സ് കണ്ടെത്താനായിട്ട് സാറ് പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക്കലി പേരൻസ്, സഹോദരങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ ഉണ്ടായാലാണ് നല്ലൊരു ചോയ്സ് ദൈവത്തിലേക്ക് എത്തിച്ചാലാണ് നല്ല ചോയ്സ് കിട്ടുന്നതും അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ദൈവത്തിൽ വളരാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ ആ ഒരു ചോയ്സ് ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ശക്തരായിരിക്കുക. അതുപോലെ തന്നെ ആ ചോയ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തോട് സാർ പറഞ്ഞ പോലെ ജ്ഞാനവും അറിവും ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പം ആ ജ്ഞാനം എന്താണെന്ന് അറിവ് എന്താണ്, ആ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനം തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, അറിവ് തീർച്ചയായിട്ടും മനുഷ്യനിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് എല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നല്ലൊരു ചോയ്സ് എടുക്കുവാനും ദൈവവിശ്വാസത്തെ വളരുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിച്ചെങ്കിലേ നല്ലൊരു വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരത്തുള്ളൂ. താങ്ക് യു അജിൻ. അപ്പോൾ തെരേസ, നമുക്കിത് ഈ ചർച്ച അതിൻ്റെ ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞങ്ങളൊന്ന് ചെയ്യാമെന്ന് കരുതുകയാണ്, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി. കഴിഞ്ഞ നമ്മുടെ ക്യാമ്പസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 30 വർഷമായി അല്ലേ, 30 വർഷമാകുന്നു. ഈ 30 വർഷമായി ഈ ക്യാമ്പസിൽ ജോലി ചെയ്യും. 30-ലേറെ വർഷമായി ഈ കോളേജിൻ്റെ തൊട്ട് മുമ്പിലെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഈ ചെറുപ്പങ്ങൾ ദേവാലയത്തിൽ ഗായക ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന വളരെ സിമ്പിളായ ഒരു നല്ല മനുഷ്യനുണ്ട് നമ്മുടെ ക്യാമ്പസിൽ. ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു 4 വരി പാട്ടുപാടാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഒരു നല്ല കൈ അടി കൊടുത്തുകൊണ്ട് ബേബി ചേട്ടനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കാം. 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ പള്ളിയിൽ ഗാന ശുശ്രൂഷ ചെയ്യുകയാണ്. 1987 കൊയർ പാടാൻ തുടങ്ങിയതാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുറേ സമയമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നേരിട്ട് കാണുവാൻ സാധിച്ച 2 കണ്ണുകളാണിത്. അത് 2004 അന്ന് പെരിയ ബഹുമാനപ്പെട്ട കണിയാമ്പടി അച്ഛനാണ് ഈ പള്ളിയിലെ വികാരി. അമേരിക്കയിൽ ആക്സിഡൻ്റായ ഒരു യുവതി അവിടുന്ന് ആശുപത്രി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നു. ചികിത്സയൊന്നുമില്ല, ഇനി എണീറ്റ് നടക്കില്ല എന്ന് അമേരിക്കയിലെ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. കേരളത്തിലും ചികിത്സയൊന്നും ഇല്ല. അങ്ങനെ അവർ ഫാമിലിയായിട്ട് ഒരാദ്യ വെള്ളിയാഴ്ച വൈകുന്നേരം പള്ളിയിൽ 3:30 കുർബാനയ്ക്ക് വരികയും ഈ യുവതി കാറിലിരുന്ന് കുർബാന കൂടുകയും ചെയ്തു. അതിനുശേഷം ഈ യുവതിയുടെ ഭർത്താവ് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച്. അച്ഛൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവർ തിരിച്ചുപോയി. തിരിച്ച് വീട്ടിൽ ചെന്ന ഈ യുവതി കാറിൽ നിന്ന് നടന്നിറങ്ങി ഭവനത്തിൽ കയറി. അതിനുശേഷം അവരുടെ വീട്ടിലവർ ഒരു ഉണ്ണീശോയുടെ ഗ്രോട്ടോ ഉണ്ടാക്കി. ആ ഗ്രോട്ടോ വെഞ്ചരിക്കാൻ ഈ അച്ഛനോടൊപ്പം ഞാനും പോയിരുന്നു. അച്ഛൻ പരിശുദ്ധ കുർബാന അവിടെ അർപ്പിച്ച് ആ ഉണ്ണീശോയുടെ ഗ്രോട്ടോ വെഞ്ചരിച്ച് ആ പാട്ട് കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇനിയിപ്പോൾ എനിക്ക് 2-4 ലൈൻ പാടാനാണ് സാർ എന്നോട് ആവശ്യപ്പെട്ടത്. ദൈവമേ നീ തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ കൈകൾ നീട്ടി വാങ്ങുവാനൊരു ഹൃദയമേകണേ. നിന്റെ തിരുവുള്ളമൻ മനതാരിതിൽ നിറയാ കനിയൂ. നിന്റെ തിരുവുള്ളമൻ മനതാരിതിൽ നിറയാ കനിയൂ. ദൈവമേ നീ തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഇതിലും മനോഹരമായി ഒരു ചർച്ച അതിൻ്റെ പൂർണ്ണതയിലെത്തുക അസാധ്യമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എക്സ്പീരിയൻഷ്യൽ നോളജിലൂടെ ഈശോയെ തിരിച്ചറിഞ്ഞ ബേബി ചേട്ടൻ ഇവിടെ ആലപിച്ച ആ 4 വരികൾ നിങ്ങളുടെ ബോധ ഉബോധ അബോധ മനസ്സിൽ ദൈവമെന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് എന്നേക്കും ഒരു ബോധ്യം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ കാത്തിരുന്ന് നമുക്ക് പരിചയമുള്ള ഈശോയെ
എല്ലാവർക്കും കൊടുക്കാനും അങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങനെ നല്ലൊരു സമൂഹവും പടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സോ ക്യാമ്പസ് വിഷൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സോ അതിന് മുന്നായിട്ട് നമ്മൾ തുടങ്ങിയത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ആ വലിയൊരു ചോദ്യത്തിലാണ്. പക്ഷെ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾ ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ, ഇന്നും ഈശോ മുന്നോട്ട് കൊണ്ടുവന്ന അത് അനേക അനുഭവങ്ങൾ, അതുപോലെ തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അനേകം കാര്യങ്ങൾ എല്ലാം അവസാനമായിട്ട് ദൈവം ഏറ്റവും വലിയ സ്നേഹമായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു പറ്റം കുട്ടികളുടെ കൂടെയാണ് നമ്മളിവിടെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നത്. സോ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.